ഇനി ഞാൻ വന്നിരിക്കുന്നത് മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പാലപ്പത്തിൻ്റെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഈസ്റ്റ് ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. അപ്പോൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം, എന്നാൽ മാത്രമേ നല്ല നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് മുഴുവൻ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 3 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരേലക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും മൂത്ത് വരണേ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂണ് പെരുംജീരകമാണ്, വലിയ ജീരകമാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഇത് 3 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർക്കാം. 4 സവാള കനം കുറച്ചരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ സവാള വഴറ്റി എടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിൽ ടോട്ടൽ 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 2 ചെറിയ തക്കാളി അരിഞ്ഞെടുത്തതാണ്. വലുതാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിക്ക് വെന്തുടഞ്ഞിട്ട് ഇതിലെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരണം. അപ്പോൾ മസാല ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നോക്ക്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഏകദേശം ഞാൻ 1/2 കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി ഒന്ന് നോക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർക്കാം. ഇത് 4 മുട്ട പുഴുങ്ങി അതിൻ്റെ തോല് കളഞ്ഞെടുത്തതാണ്. ഇത് നല്ലോണം ഒന്ന് വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാല മുട്ടയിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നല്ലോണം ഇത് വരട്ടിയെടുക്കണമെങ്കിൽ വരട്ടിയെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നല്ലോണം വരട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ മുട്ട റോസ്റ്റ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.